ഇന്ന് ഞാനൊരു ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ളൊരു കേക്കാണ് ബ്ലൂബെറി കേക്ക്. ഞാൻ ഈ കേക്കിൽ ബ്ലൂബെറിയുടെ ക്രഷാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ക്രഷ് ഉണ്ടാക്കി ചേർത്താലും മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1/4 കപ്പാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കാം. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചോ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് ഇത് നല്ലപോലെ ബീറ്റായിട്ട് വരും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ തന്നെ ബീറ്റായിട്ട് വരണം. എന്നാലേ കേക്ക് നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലൂബെറി ക്രഷ് ചേർക്കാം. ഞാൻ മനാമയുടെ ബ്ലൂബെറി ക്രഷാണ് ചേർക്കുന്നത്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കിലോ കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. 1/4 കപ്പ് ബ്ലൂബെറി ക്രഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ വേണ്ട, ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മാവിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാലാണ് കേക്ക് നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ബീറ്റർ വെച്ച് ഇപ്പോൾ മാവിട്ടിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ മാവങ്ങ് താന്നു പോകും. അങ്ങനെ താന്നു പോവുകയാണെങ്കിൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഇതിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തത്. ചൂട് കൂടിപ്പോകരുത്. വളരെ ചെറിയ ചൂടുള്ള പാൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാൽ ചേർത്താലും മതി. ഞാനിപ്പോൾ അവസാനം ചേർത്തന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ സൈഡിലും താഴെയും വെച്ചിട്ട് ഓയിൽ പുരട്ടിയ ശേഷം ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിക്കാം. ഈ കേക്ക് ഞാൻ OTGയിലാണ് ഉണ്ടാക്കുന്നത്. OTG പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് OTGയിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതല്ല പാത്രത്തിൽ ആണ് ചെയ്യുന്നതെങ്കിൽ പാത്രവും പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം OTGയിലേക്ക് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിലാണെങ്കിലും 40-45 മിനിറ്റ് മാത്രം മതി ഇത് ബേക്കായിട്ട് വരാൻ. ഇനി ഞാൻ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ അതിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. നല്ല ഒരു മണമാണ്. ബ്ലൂബെറി കേക്കിന് എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. അപ്പോൾ തന്നെ ഇത് കഴിക്കാനായിട്ട് തോന്നും. അത്ര ഒരു മണമാണ് ഈ കേക്കിന്. ഇനി മുകൾ ഭാഗത്തുള്ള സ്കിന്ന് പോലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം.
അതിനുശേഷം കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല പൊക്കമുള്ള കേക്കായതുകൊണ്ട് 3ആയിട്ടോ 4ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് എപ്പോഴും ഒരേ അളവിലുള്ള 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുന്നത്. കേക്ക് ഇപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയർ കേക്ക് അതിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ഷുഗർ സിറപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്ത ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള ക്രീം കൂടുതലായിട്ട് തന്നെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് മുകളിലായിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. നല്ല പോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കാം. ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ഒഴിക്കാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തെ ലെയറാണ് ഏറ്റവും മുകളിലായിട്ട് വയ്ക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് ക്രീം വെച്ച് നല്ല പോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. സൈഡിലും കുറച്ച് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഉടനെ തന്നെ കൂടുതലായിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ശേഷം ക്രീം തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ട് തന്നെ ക്രീം വെച്ചിട്ട് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. സൈഡിലും നന്നായിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ലെവൽ ചെയ്തെടുക്കാം. മുകൾ ഭാഗവും നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ആക്കി കൊടുക്കാം. കേക്കിൽ പേരെഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ട് ബാക്കി മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്ത ശേഷം എടുത്തിട്ട് ക്രഷ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ക്രീം വെച്ച ശേഷം ഇതുപോലെ ക്രഷ് ഒഴിക്കുമ്പോൾ അത് കാണാനായിട്ട് നല്ല ഒരു ഭംഗിയാണ്. മുകൾ ഭാഗം മുഴുവനും ക്രഷ് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ മുഴുവനും ഞാൻ ക്രഷ് ഒഴിച്ചിട്ടുണ്ട്. സൈഡിൽ മുകളിൽ നിന്ന് ഒലിച്ചു വന്നത് മാത്രമേ ഉള്ളൂ, സൈഡിൽ ഒഴിച്ചിട്ടില്ല. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. സൈഡിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ അപ്പൂപ്പ എന്നാണ് വെച്ചിട്ടുള്ളത്, ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഹാർട്ട് ഷേപ്പിലാക്കിയിട്ട് 2 എണ്ണം ഇതുപോലെ ചെയ്ത ശേഷം വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കേക്കാണിത്. ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.